അപ്പോൾ അടുക്കള ഇങ്ങനെ ഒഴിഞ്ഞ് കിടക്കുന്ന കണ്ടിട്ട് ഒരു സമാധാനമില്ല. അപ്പോൾ എന്തായാലും നമുക്ക് കുറച്ച് വെള്ളം കുടിക്കാൻ വിചാരിച്ച് ഫ്രിഡ്ജിൽ നിന്ന് തപ്പിട്ടോ. അപ്പോഴാണ് ചിക്കൻ കണ്ടത്. അപ്പോൾ ഞാൻ കരുതി എന്നാൽ പിന്നെ എന്തെങ്കിലുമൊക്കെ തട്ടിമുട്ടി ഉണ്ടാക്കാമെന്ന്. അപ്പോൾ ചിക്കൻ പൊരിക്കാൻ 2 കഷ്ണം അടുപ്പത്ത് വെച്ചപ്പോഴാണ് അപ്പുറത്തെ ചട്ടിയിൽ എന്തോ കിടക്കുന്നു. എന്താണെന്ന് തപ്പിയപ്പോഴാണ് നാം കണ്ടുപിടിച്ചത് അതാ നമ്മുടെ ബാക്കി കേബേജും ക്യാരറ്റും കിടപ്പുണ്ട്. അപ്പോൾ എന്താക്കി ചിക്കനും റെഡി. അപ്പോൾ ഇനി നമുക്ക് എന്തെങ്കിലുമൊക്കെ സെറ്റാക്കാം. അപ്പോൾ മസാല കുറവ് നികത്താനായി 1 കഷ്ണം സബോള കൂടി കൊത്തിയരിഞ്ഞിട്ടു. എന്നിട്ട് വെളിച്ചെണ്ണ അടുപ്പത്ത് വെച്ച് ഒഴിച്ചിട്ട് നമുക്കത് ഇതിലിട്ട് നല്ല ചിക്കി എന്ന് പറഞ്ഞ് വഴറ്റിയെടുക്കാം. അപ്പോഴേക്കും ചിക്കനൊക്കെ വെന്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. എന്തായാലും ചുമ്മാ കിടക്കുകയല്ലേ, അപ്പോൾ ഇതൊക്കെ നമുക്ക് ഉപയോഗത്തിൽ ആക്കാം എന്ന് കരുതിയിട്ടാണ് സംഭവം റെഡിയാക്കുന്നത്. അങ്ങനെ ഇതാണിപ്പോൾ ഫൈനലായിട്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ, കളർഫുള്ളല്ലേ. അപ്പോൾ അതിലേക്കുള്ള മാവ് മൈദ കൂടി നമുക്ക് തയ്യാറാക്കാം. അപ്പോൾ അങ്ങനെ മൈദ കുറച്ചെടുത്ത് കുറച്ച് ഉപ്പിട്ട്, അപ്പോഴാണ് കാര്യം മറന്നത്, ഇതിലേക്ക് നമ്മൾ ഉപ്പിട്ടിട്ടില്ലല്ലോ എന്ന്. അപ്പോൾ അങ്ങനെ ഇതിലേക്കുള്ള ഉപ്പും കുറച്ചിട്ട്, പിന്നെയാണ് നമ്മളെ കലാപരിപാടികളുടെ തുടക്കം. ഇനി ഇതൊക്കെ കുഴച്ചുണ്ടാക്കണം. അപ്പോൾ കരുതി ഇതൊന്നും വേണ്ടില്ലായിരുന്നു, വെറുതെ കിടന്ന് അടുക്കള നിറച്ചു, പിന്നെ ഇനി ഇതൊക്കെ ക്ലീൻ ചെയ്യും വേണ്ടേ. എന്തായാലും തുടങ്ങിയല്ലേ, ഫൈനലി ഫുള്ളാക്കാം. അങ്ങനെ നമ്മൾ ഇതൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോഴൊക്കെ ഓരോരുത്തർ ഓടി വന്നിട്ട് ഇവിടെ എന്താണ് സംഭവം എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ ഇനി അവല് കുറേ ആക്കിക്കോളും. ഓരോരുത്തർ പരത്താൻ റെഡി ആയിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളത് പരത്തിയെടുത്തിട്ടുണ്ട്. മൈദമാവ് പരത്തിയെടുത്ത് അതിലേക്ക് ഇത് ഫില്ല് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് ഫില്ല് ചെയ്ത് അങ്ങനെ റൗണ്ട് പോലെ, ഷേപ്പൊന്നുമില്ല, കാര്യമായിട്ട് ഇടാൻ പേരുമില്ല. അതുകൊണ്ട് അത് ഫുള്ളാക്കി ഇങ്ങനെ ആവിയിൽ വേവിക്കാമെന്ന് കരുതി. അപ്പോൾ ഇങ്ങനെ ഫില്ല് ചെയ്ത് ആവിയിൽ ഇങ്ങനെ വേവിക്കുകയാണ്. അപ്പോൾ നമുക്ക് ചായ തിളക്കുന്ന സമയം കൊണ്ട് കടി എന്ന് പറയാൻ പറ്റില്ല, കാരണം അത്യാവശ്യം നൈപ്പുണ്ട്. അത് കഴിഞ്ഞിട്ട് ക്ലീനിങ് ആണ്, ഒരു രക്ഷയുമില്ല. വമ്പൻ ക്ലീനിങ് ആട്ടോ, എരിഞ്ഞതും തുടച്ചതും ഒക്കെ നന്നാക്കണം. അപ്പോൾ ബൈ.